Hi guys, welcome to my channel Kraft's World. This is me, Malavika, vinod. So, I am going to do a pendant. That's air dry clay use this pendant. This Fevicryl molded air dry clay use this. Let's see how to change. I air dry clay use a detailed video a frog memory holder. That's why this is use and mix it. Now, let's start. Now, I will dough mix it. If you have any doubt, I will video check it. We work in a surface, adim or talcum powder vachu nammal talcum powder dust cheyanam appo surface ഒന്ന് smooth ആവും പിന്നെ മാത്രല്ല ഇതോ സ്റ്റിക്ക് ചെയ്യില്ല ഇപ്പോൾ ഞാൻ ഈ ഡോ നല്ല ഒരു ബോൾ ഷേപ്പിലാക്കുകയാണ് എന്നിട്ട് ഈ ബട്ടർ പേപ്പറിൽ ഇത് വെച്ച് വേറൊരു ബട്ടർ പേപ്പർ എടുത്ത് ഞാൻ ഇത് ക്ലോസ് ചെയ്യണം മേലെ വെക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് ബോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു ഇത് ഇപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ റോളിംഗ് പിൻ ഇല്ലാത്തവർക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് ഇങ്ങനെ ഫ്ലാറ്റ് ബോക്സ് മേലെ വയ്ക്കുക ഞാനിതൊന്ന് ബാക്കിലേക്ക് തിരിച്ചു വെച്ച് വീണ്ടും പാർച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കുക ഇപ്പോൾ എല്ലാ സൈഡിലും ഈവൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഡോ എല്ലാ സൈഡിലും ഈവൻ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് കൊടുക്കണം അതിന് നമ്മൾ ഒരു ബോട്ടിൽ ക്യാപ്പ് എന്തെങ്കിലും റൗണ്ട് ഷേപ്പ് ഉള്ളത് വെച്ച് കട്ട് ചെയ്യാം ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പെൻ്റെ റീഫിലോ അങ്ങനെ എന്തെങ്കിലും സ്ട്രോ പോലെ സാധനം എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ഹോൾ ചെയ്യും അതുപോലെ ഈ എഡ്ജസ് ഈ സൈഡ്സ് നമ്മൾ സ്മൂത്ത് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നേ നമ്മൾ ചെയ്യണം ബാക്കി വന്ന കുറച്ച് ക്ലേ വെച്ചിട്ട് ഞാൻ സ്മോൾ ബീഡ്സ് ഉണ്ടാക്കുകയാണ് അതിന് ഞാനിതിങ്ങനെ ആദ്യം സിലിണ്ടറിക്കലായി റോൾ ചെയ്യുക ഈവൻ ആയിട്ട് സിലിണ്ടറിക്കലായി റോൾ ചെയ്യുക അത് എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ സ്മോൾ പീസസ് നമ്മൾ ബീഡ്സ് പോലെ ആക്കുകയാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്ന ബീഡ്സ് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാണ് പെൻഡന്റും നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ബേസ് കോട്ടായിട്ട് വൈറ്റ് പെയിന്റ് അപ്ലൈ ചെയ്യാണ് വൈറ്റ് പെയിന്റ് അപ്ലൈ ചെയ്തത് ഡ്രൈ ചെയ്യാൻ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ഒക്കെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഈ ലോട്ടസിൻ്റെ ഇത് ഡ്രോ ചെയ്തിട്ടുണ്ട് ഒരു പേപ്പറിൽ ഡ്രോ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പേപ്പറിൽ ഡ്രോ ചെയ്യുന്ന കാരണം നമ്മൾ ഡയറക്റ്റ്ലി പെന്നിൽ ഡ്രോ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല പേപ്പറിലാകുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നിട്ട് ഞാനൊരു കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഈ പെന്നിലേക്ക് ഞാൻ ഡ്രോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എവിടെ നിന്നാണോ ഈ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ഡ്രോ ചെയ്ത് തുടങ്ങാൻ കഴിഞ്ഞു ഇനി നമുക്ക് പെയിന്റ് അപ്ലൈ ചെയ്യാം പെയിന്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഈ ഫെവിക്രിലിൻ്റെ പേൾ കളേഴ്സിലാണ് എടുത്തിരിക്കുന്നത് പിങ്ക് കളറാണ് അതിൻ്റെ ഷെയ്ഡ് പേൾ പിങ്ക് ഷെയ്ഡ് നമ്പർ 503 ലോട്ടസിന് പിങ്ക് കളറാണ് അപ്ലൈ ചെയ്യുന്നത്
പെന്നിന് ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യാണ്. നമ്മളിപ്പോൾ ഫ്ലവറും ലീഫും ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളറാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ആ ബീഡ്സിൽ പിങ്ക് കളർ കൊടുക്കുകയാണ്. നമ്മുടെ പെണ്ണിന് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. ഞാനിപ്പോൾ ഇത് ഡ്രൈ ചെയ്യാൻ വെക്കുകയാണ്. എൻ്റെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ വൈറ്റ് ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് ത്രെഡിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.